ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ മൈ ലൈഫാണ്. ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തപ്പോൾ ഫുള്ളും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ മറന്നുപോയി. സാധാരണ ഞാൻ ഇങ്ങനെ എടുക്കാറില്ല, അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിരുന്നു. ഹസ്ബൻഡ് ഇന്നലെ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിക്ക് ചൂടാക്കി. അപ്പോഴത്തേന് ആൾ പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ ആൾ പോയിട്ടോ. അപ്പോൾ മോളിത് അവിടെ കിടന്നിട്ട് അച്ഛാ ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. ഇതാ ചെമ്പൊക്കെ നടുവിലെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ 2 ചപ്പാത്തിയും കൂടി ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ചപ്പാത്തിയും കൂടി ചുട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പണികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാത്രം കഴുകലാണ് മെയിൻ പണി. അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടി പോയി. അപ്പോൾ പാത്രമൊക്കെ അതാ ചടപടയെന്ന് പറഞ്ഞ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് തോന്നുന്നത് ഞാനിങ്ങനെ ഭ്രാന്തിയായി പോയത്. ഒറ്റയ്ക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ കണ്ടൻറ്റുകൾ ഇതെടുക്കുമ്പോൾ എന്തായിരിക്കും പറയുക, അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ഞാൻ സംസാരിച്ചും കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ആണ് എൻ്റെ മൈൻഡിൽ കൂടെ എന്തൊക്കെയൊക്കെയോ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതാ അനിയത്തിൻ്റെ അവിടേക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ അരി ഇടാൻ പോവുകയാണ്. അപ്പോൾ റേഷൻ അരിയാണ് കേട്ടോ. റേഷൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്നാണ് ഞാൻ ഇങ്ങനെ തോന്നിയത് നമുക്കൊരു ഡേ മൈ ലൈഫ് എടുത്താലോ എന്ന് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മറന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അടിച്ചൊക്കെ വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും സിപ്പപ്പ് വാങ്ങി തന്നിട്ടാണ് പുള്ളിക്കാരൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്താക്കി സിപ്പപ്പ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിപ്പപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ ആറിടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചിക്കനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, അധികം ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വാർക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ചോറ് വാർക്കുന്നത് എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ്, ചോറ് ഇങ്ങനെ വാർക്കുന്നത് കേട്ടോ. ഊറ്റുക അങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മറ്റേ കഞ്ഞിക്കലം ഇല്ല കേട്ടോ, അതായത് ചോറ് വാർക്കുന്ന ആ സംഭവമില്ല, അതില്ല. ഇങ്ങനെ ഒരു ഡവറയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കുറേ സാധനങ്ങൾ എൻ്റെ ഞങ്ങൾ നാട്ടിലാണുള്ളത്, നാട്ടിലത്തെ വീട്ടിൽ തന്നെയാണ് വെച്ചിട്ട് അധികം സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ചോറ് എങ്ങനെയൊക്കെയോ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ഇതായത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം അവിടെ മറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തുണിയൊക്കെ ഇട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അവിടെ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കുറച്ച് നമ്മളെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് വയ്യ വാട്ടാനും ഇതാക്കാനൊന്നും വയ്യാത്ത കൊണ്ടോ എല്ലാം മൊത്തത്തിലിട്ടിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡിയായി ചോറൊക്കെ തിന്നു കഴിഞ്ഞു. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചുണർത്തി. അങ്ങനെ ഞങ്ങൾ പോയി കുളിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിത്തേക്ക് നമ്മൾ രാവിലെ ചുട്ടതിൻ്റെ ബാക്കി ചപ്പാത്തി ഉണ്ടായിരുന്നു, പാക്കറ്റ് ചപ്പാത്തി. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാനും മോളും ഇതാ അവളെ അച്ഛനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, സമയം 11 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സാധാരണ ദിവസം കിടന്നു പോകാറുള്ളത്. ഇതിൽ കുറേ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടാറ്റ ബൈ ബൈ, സീ യു.